കൂട്ടുകാരെ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത പണിയിലേക്ക് പോവുകയാണ് കേട്ടോ. ഇപ്രാവശ്യം വീട്ടിൽ പോയി ചക്ക എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പ്രിയാമോളൊക്കെ വരുമ്പോഴത്തേക്ക് ചക്ക തീർന്നു പോകും. അപ്പം ഞാൻ ഓർത്തു ചക്ക വരട്ടി വെക്കാമെന്ന്. അതിനായിട്ടൊരു ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പഴുത്തു, കുറേയൊക്കെ അങ്ങ് അഴുകിപ്പോയി കേട്ടോ, നീറിപ്പോയി. പിന്നെ കിട്ടിയതിനെ എല്ലാം കൂടെ എടുത്ത് ഒന്ന് നമുക്ക് ഇതുപോലെ അടിച്ചിട്ട് വരാം. അപ്പം ഫുഡ് പ്രോസസ്സറിലാണ് ഇപ്രാവശ്യം അരച്ചത്. അപ്പോൾ തരിതരിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിൽ നല്ല പേസ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിക്കുവാണേ. ഉച്ചയ്ക്ക് ശേഷമേ ഇത് ഉണ്ടാക്കുന്നുള്ളൂ. ഇത്ര ആയപ്പോഴാണ് നെയ്യില്ല എന്ന് മനസ്സിലാക്കിയത്. പിന്നെ അച്ചുവിന് പോസ്റ്റ് ഓഫീസ് വരെ പോകണമായിരുന്നു. അങ്ങനെ അച്ചു പോവാണ്. നെയ്യും വാങ്ങിച്ച് പോസ്റ്റ് ഓഫീസിൽ അവളുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ പോവുകയാണ്. ഇനിയും കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്ക പൂഞ്ഞുമായിട്ട് ഒന്ന് കറി ഉണ്ടാക്കാം. ചക്കക്കുരു എല്ലാം രണ്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ചക്ക പൂഞ്ഞും, പിന്നെ ഇത് കൊച്ചുള്ളിയും വെല്ലുള്ളിയും എല്ലാം കൂടെ ഒന്നിച്ച്, പൊന്തമുളക് 2, ഒരു പച്ചമുളകും കുറച്ച് തേങ്ങയും വെച്ചിട്ടുണ്ട്. അപ്പം ഞാനെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യം ഇതിങ്ങനെ ഇടാം. അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും പച്ചമുളകും തേങ്ങയും കൂടെ ഇതിലേക്കിടാം. ഇത്രയും ഇട്ടതിന് ശേഷം പിന്നെ അടുത്തത് ഇടാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവിന് ഇച്ചിരി 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഇട്ടു. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇവിടെ എരിവ് ഇച്ചിരി കൂടുതൽ വേണേ, അപ്പം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ടു. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നെഗര് വെള്ളം ഒഴിക്കാം, മതി. നല്ലപോലെ ഇളക്കി അങ്ങ് വേവിച്ചിട്ട് വരാം. അത് വേവിക്കുന്ന നേരത്തിന് ഞാനൊരു കുമ്പളങ്ങ എടുത്തു. അപ്പം ഇത് അപ്പുറത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ, വാങ്ങിച്ചതല്ല. അപ്പം ഇതിനെ ഒന്ന് അരിഞ്ഞ് തോരനുണ്ടാക്കാം. ഇതും ചെറുപയറും കൂടെ ഇട്ട് തോരനുണ്ടാക്കാം. അച്ചുവാണ് ഇതിൻ്റെ തൊലി എടുത്തു തന്നതേ. അവളല്ലേ ക്യാമറമാൻ. അവൾ പറയാ കൊച്ചാണ് ഇതെല്ലാം ചെയ്ത് തന്നതെന്നൊക്കെ, അതാണ് ഞാൻ അരിയുന്നതെന്നൊക്കെ ഒന്ന് പറയാൻ. കുമ്പളങ്ങ ഒരെണ്ണം മുഴുവനെ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ച് ഞാൻ ചെറുപയർ എടുത്തിട്ടുള്ളൂ. ഈ ചെറുപയർ ഇടുന്നത് കൊണ്ട് തന്നെ നമുക്ക് തേങ്ങയും കുറച്ച് മതി കേട്ടോ, ഒരുപാട് തേങ്ങ വേണ്ട. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ കുറച്ച് പൊടിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. 2 പച്ചമുളക്, ഒരു 3-4 കൊച്ചുള്ളി, 2-3 വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില. ഇത്ര എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് വരാം. എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മൾ ചതയ്ക്കുമ്പം, അരയ്ക്കുമ്പോഴല്ല ചതച്ചെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് മിക്സിയിൽ ചതഞ്ഞ് കിട്ടാൻ പാടാണ് അല്ലേ, പെട്ടെന്ന് അങ്ങ് അരഞ്ഞു പോകും. ചിലപ്പം ഇതൊക്കെ ആദ്യം ഇട്ട് അരയ്ക്കാനുള്ള അതിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും അല്ലേ, അത് ശരിക്ക് അരഞ്ഞും കിട്ടത്തില്ല. അതുകൊണ്ട് ആദ്യം മിക്സിയുടെ അടിയിൽ നമ്മൾ ഇതെല്ലാം ഇടും. ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് തേങ്ങ ഇട്ടാൽ തേങ്ങ ചതഞ്ഞും വരും, മറ്റതെല്ലാം അരഞ്ഞും വരും. അങ്ങനെ ഒന്ന് ചെയ്യാം കേട്ടോ. ഒരു പാൻ വെച്ചു, വെള്ളമെല്ലാം പോയി വരുന്നു. എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണേ ഒഴിക്കുന്നത്. കുറച്ചും കൂടെ ഒഴിക്കാം. കടുകിടാം, പൊട്ടിട്ട് ഒരു 4-5 കൊച്ചുള്ളി എടുത്തു. അരിഞ്ഞു. ഇങ്ങനെയൊന്ന് വഴറ്റാം. ശരിക്കും കടുക് താളിക്കുക, വേറൊന്നുമല്ല.
2 കാശ്മീരി മുളക് ഇട്ടു. സാധാരണ മുളകായാലും മതി. ഇവിടെ അതിരുന്നുകൊണ്ട് എനിക്കതെടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറിവേപ്പില പുതിയതില്ല, അതുകൊണ്ടാണ് ഫ്രിഡ്ജിലിരുന്ന് കറിവേപ്പിലയാണ്. ഇതിൽ ഞാൻ ഒരു കാര്യം ചേർത്തില്ല കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തില്ല. വേവിക്കുന്ന നേരത്തെ അത് ഇടണം, പക്ഷെ ഞാൻ ഇടാൻ വിട്ടുപോയത് കേട്ടോ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇടാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല പെരണ്ട് വരുന്നതാണ് അതിൻ്റെ പരുവം. നമ്മൾ ഈ നോയമ്പ് സമയമൊക്കെ സാധാരണ ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ. ഇപ്പം ഇറച്ചിക്കറിയുടെ ആ ഒരു ടേസ്റ്റും കിട്ടും, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. അല്ല, ഇവിടെ അച്ചുവിന് ഇഷ്ടമല്ല, അച്ചുവിന് ഈ ചക്കക്കുരു ഇഷ്ടമല്ല. എന്നിട്ട് ഇതെങ്ങനെ ടേസ്റ്റൊക്കെ നോക്കി കുറവുകളൊക്കെ ഇപ്പം നികത്താം. എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം, വാങ്ങി വയ്ക്കാം. എവിടെയോ പണി നടക്കുക, അതായി ശബ്ദം. അടുത്ത പാൻ വെച്ചു, എണ്ണ ഒഴിക്കാം, കടുകിടാം, കറിവേപ്പില ഇട്ടു, എന്നിട്ട് ഇതിട്ടൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇച്ചിരി ഉപ്പിടാം. ഇതിൽ തന്നെ വെള്ളമുണ്ട്, അത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ഇങ്ങനെ വഴറ്റി ഇടുമ്പോഴത്തേക്ക് തീരെ അങ്ങ് ഉടഞ്ഞു പോകത്തില്ല. വേവിച്ച് വെച്ച് പയറാണേ, ഇതൊരു 2-3 വിസിലടിച്ച് ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്, ശരിക്കും വെന്തിട്ടില്ല കേട്ടോ. ഇപ്പം ഒരുപാട് വെന്ത് പോയ പയറാണെങ്കിൽ പയർ മാറ്റിയിട്ട് ആ വെള്ളം മാത്രം ഒഴിക്കാവുള്ളൂ. ഒഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് തേങ്ങ ഒക്കെ ഇടുന്ന നേരത്തിന് പയറിട്ടാൽ മതിയാവും. ഇതിപ്പം വേവാത്തത് കൊണ്ട് രണ്ടും കൂടെ കിടന്ന് വേവിട്ട് കേട്ടോ. അതവിടെ ഇരുന്ന് വേവിട്ട്. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് അരപ്പിടാം. മിക്സി കഴിയ വെള്ളവും കൂടെ ഒഴിക്കാം. വെന്ത് കഴിയുമ്പോൾ അങ്ങ് മാറ്റാം. ഇത് കഴിഞ്ഞിട്ടും കടുക് താളിക്കുന്നവരുണ്ട് കേട്ടോ, പക്ഷെ ഇവിടെ എണ്ണ കുറവ് മതിയുള്ളതുകൊണ്ട്, എന്നിട്ടും എണ്ണ ഒഴിച്ചു അല്ലേ, അതുകൊണ്ട് ഇങ്ങനെയാണ് വേവിച്ചെടുക്കത്തേ ഉള്ളൂ കേട്ടോ. ആ പച്ചമണം മാറാനും ആ വെള്ളം ഒന്ന് വറ്റാനും മതി സമയം. ഇതിവിടെ ഇരുന്ന് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പം നല്ല ഉണ്ടല്ലേ, നല്ലൊരു തോരൻ റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിനിയും വെണ്ടയ്ക്ക ഒന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനാണേ. അച്ചുവാണ് ഇത് അരിഞ്ഞു തരുന്നത്. അച്ചുവിൻ്റെ റെസിപ്പിയാണേ. കുറച്ച് എണ്ണ ഒഴിച്ചു, അതിലേക്ക് വെള്ളം ഒഴിച്ചു, എന്നിട്ട് അരിഞ്ഞു വെച്ച് വെണ്ടയ്ക്ക ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ചെറിയൊരു സവാള, 2 പച്ചമുളക് എല്ലാം ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, ഉപ്പിടാം, എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ വന്നിട്ടുണ്ട്.
ഇനി ഇത് മുരിഞ്ഞ് വരണം കേട്ടോ. ഓൾറെഡി എണ്ണ ഒഴിച്ചതാണല്ലോ, അതുകൊണ്ട് ഇനി അതവിടെ ഇരുന്ന് മുരിഞ്ഞോളും. അതും നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് മുരിഞ്ഞ് കിട്ടിക്കോളും. ഇതാണ് ഞങ്ങളുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. തൈരാണ്, തൈര്, മെഴുക്ക് പുരട്ടി, തോരൻ, ചക്കക്കുരുവും പൂഞ്ഞും കൂടെ, ചക്കപ്പൂഞ്ഞും കൂടെ ഉള്ളൊരു കൂട്ടുകറിയല്ല, ഒരു ഇറച്ചി കൂട്ടുകറി. ഇനി കഴിക്കട്ടെ. വാഴയിലയിൽ എല്ലാം ഉണ്ട് കഴിഞ്ഞിട്ട് പായസം തരത്തില്ല, അതിനൊരു എൻ്റെ ബീട്രൂട്ട് ഹൽവ. ഇത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണേ. അപ്പം നല്ല കട്ടിയാണ്, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ജ്യൂസ് ഊറി വരുന്നുണ്ടോ, എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാവോ. നല്ല ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ദിവസവും ഓരോന്ന് കഴിക്കാം. അന്നോട്ട് ഭയങ്കര മധുരമല്ല കേട്ടോ. കഴിച്ചു കഴിയുമ്പോൾ ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യും കേട്ടോ. ആ നേരത്തിനാണ് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നെയിൽ പോളിഷ് മാറ്റുന്നതും അങ്ങനെയൊക്കെ മാറ്റി കുറച്ച് എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞു. ആ സമയം ചിലപ്പം അറിയാതെ ഉറങ്ങിയും പോകും കേട്ടോ. റെസ്റ്റ് ചെയ്തതിന് ശേഷം എണീറ്റ് വന്നു തൂക്കാൻ തുടങ്ങി. വീടെല്ലാം ഒന്ന് തൂത്തിടണമല്ലോ. ആഴ്ചയിൽ ഒരിക്കലേ തുടയ്ക്കാറുള്ളൂ. തൂത്തെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചക്കയുടെ കാര്യം നോക്കണമല്ലോ. സന്ധ്യ ആവുന്നതിന് മുമ്പ് വെള്ളം ഒഴിക്കണം. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് പെട്ടെന്ന് ചക്ക എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നല്ലോ, എന്നിട്ട് ചക്ക എടുത്തൊന്ന് വഴറ്റി. ചക്ക വഴറ്റുവാണെങ്കിൽ അറിയാമല്ലോ, ഒത്തിരി നേരം എടുത്ത് വേണം ചക്ക വഴറ്റാൻ. അതിൻ്റെ ആ പച്ചമണം എല്ലാം നെയ്യ് ഒഴിച്ചാണ് വഴറ്റിയത്. എന്നിട്ട് ചക്കേൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം ശർക്കര ഒഴിച്ചു. ഈ ശർക്കര ലൂലി ചേച്ചി കൊണ്ടുതന്നതാണ് കാർഷിക കോളേജിൽ നിന്ന്. അവിടുന്ന് വിൽക്കുന്ന നല്ല ശർക്കരയാണ്. അങ്ങനെ കല്ലൊക്കെ കിടക്കത്തില്ല, ഒന്നുമില്ലാതെ നല്ല പ്യോർ ശർക്കര. ഇത് ഇങ്ങനെ വഴറ്റുമ്പം ഞാൻ ഇതിനു മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചക്ക വരട്ടുമ്പം തീ കുറച്ച് വെച്ച് വഴറ്റിയാലും നല്ലതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഒത്തിരി നേരം എടുക്കും. എനിക്ക് പക്ഷേ പതുക്കെ ആയി കിട്ടുന്നതാണ് ഇഷ്ടം. കാണെ അതിൻ്റെ വെള്ളം അങ്ങ് മാറിക്കിട്ടും. ഒരുപാട് പൊട്ടിത്തെറിക്കത്തുമില്ല കേട്ടോ. കണ്ടില്ലേ, സിമ്മിലും വയ്ക്കുവേ. കണ്ടില്ലേ, ഇത്രയും തീയിലാണ് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണ്ട, അതവിടെ കിടന്ന് കണ്ടില്ലേ വെള്ളമൊക്കെ വറ്റി നല്ലതായിട്ട് വരും കേട്ടോ. ബബിൾസും കാണത്തില്ല. നല്ലതായിട്ട് ഈ വെള്ളം വറ്റിയതിന് ശേഷം കൂട്ടി വെച്ചാണ് ഇത് ചെയ്യേണ്ടത്. അതുവരെ ഇങ്ങനെ അത് വേവുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചക്ക വരട്ടി എടുക്കുന്നത്. കണ്ടോ, പൊട്ടിത്തെറിക്കാനൊന്നും ഇല്ല. ആ പരുവാകുമ്പോഴത്തേക്ക് തീ കൂട്ടി വയ്ക്കുള്ളൂ. അതുവരെ സിമ്മിൽ വെച്ച് ഇങ്ങനെ തുറന്ന് വെച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തൊക്കെയാണ് ചക്ക വരട്ടുന്നത്. മോൾ ചോദിക്കും ഇത് ഇനി എത്ര നേരം എടുത്താൽ അമ്മ ആവുന്നതെന്ന്. പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അത് അതിൻ്റെ പാട്ടിനായിക്കൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. വേറെയൊക്കെ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നെയ്യ് ഒഴിച്ച് കുറച്ചായിട്ട് ഇളക്കി ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും അടുത്ത ദിവസം ഒന്നും കൂടെ വഴറ്റി അതിൽ ഏലക്ക പൊടിച്ചതൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കും. ഇതാണ് എൻ്റെ രീതി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോയി. ഇതിപ്പം അച്ചു മുന്നിൽ കൂടെ വന്ന് എടുക്കുവാണ്. ഞാൻ അയൽക്കാരുടെ അടുത്ത് സംസാരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ വെള്ളം ഒഴിക്കുന്ന നേരത്തിനൊക്കെയാണ് വല്ലവരെയൊക്കെ ഒന്ന് കാണുന്നത് കേട്ടോ. അരിപ്പൂവാണ്.
സീനാൻറ്റി പോയില്ല. അച്ചു ചായ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ഇച്ചിരി നേരം കിടന്നുറങ്ങി കേട്ടോ. കിടന്നുറങ്ങിയതല്ല, ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ഞാനിങ്ങനെ കിടന്നു കൂർക്കമൊക്കെ വലിക്കും. അപ്പോൾ അച്ചു വന്നത് ഓഫ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് പരിപാടികളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ അല്ലേ? ചായ കുടിക്കട്ടെ. ചായ കുടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ കിട്ടിയാൽ കുടിക്കും കേട്ടോ. ആരുടെയെങ്കിലും വീട്ടിൽ പോകുമ്പോൾ കുടിക്കും, അങ്ങനെയൊക്കെ കുറച്ച്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.